ഫസ്റ്റ് യൂണിറ്റ് ലൈൻസ് ആൻഡ് ഷേപ്പിലെ പെക്യുലാരിറ്റീസ് ഓഫ് എ സ്ക്വയർ അതുവരെയാണല്ലേ നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ബാക്കി നമുക്ക് നോക്കാം. മേക്കിംഗ് എ ക്യൂബ്. ഡ്രോ സ്ക്വയേഴ്സ് ആസ് ഷോൺ ബിലോ ഇൻ എ തിക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് കട്ട് ഇറ്റ്. വിത്ത് ടീച്ചേഴ്സ് ഹെൽപ്പ് മേക്ക് എ ക്യൂബ് ആസ് ഷോൺ. ഒരു കട്ടിയുള്ള പേപ്പറിൽ ചുവടെ കാണിച്ചിട്ടില്ലേ സ്ക്വയേഴ്സ് വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ, അതുപോലെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തതിനു ശേഷം ടീച്ചറുടെ സഹായത്തോടു കൂടി ഒരു ക്യൂബ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ജിയോ ബോർഡ്. ജിയോ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് ടൂൾ ആണ് കേട്ടോ, അതായത് ഒരു പഠനോപകരണമാണ്. അതൊരു സ്ക്വയർ ബോർഡാണ്. അത് മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ ഒരു സ്ക്വയർ ബോർഡാണ്. അതിൽ കുറെ ആണികൾ ഇങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ടാവും. അതിലൂടെ നമ്മൾ റബ്ബർ ബാൻഡ് ചുറ്റിക്കൊണ്ട് കുറെ ഷേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് ജിയോ ബോർഡ് എന്ന് പറയുന്നത്. Make rectangles and squares using rubber bands on the geoboard in the math lab. Find the lengths of sides എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗണിത ലാബിലുള്ള ജിയോ ബോർഡില് റബ്ബർ ബാൻഡ് ഒക്കെ ചുറ്റിയിട്ട് റെക്ടാങ്കിൾസും സ്ക്വയേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ റെക്ടാങ്കിൾസും സ്ക്വയേഴ്സും ഉണ്ടാക്കിയതിനു ശേഷം എല്ലാത്തിന്റെയും അതിന്റെയൊക്കെ സൈഡിന്റെ ലെങ്ത് നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്. What figure is got by looping a rubber band around a peg and 3 pegs nearest to it? ജിയോ ബോർഡിലുള്ള ഒരു പെഗിൽ നിന്ന്, അതായത് ഒരു ആണിയിൽ നിന്ന് തൊട്ടടുത്തുള്ള 3 ആണികളിലേക്ക് റബ്ബർ ബാൻഡ് ചുറ്റിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏത് ഫിഗറാ കിട്ടുക എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏത് ഫിഗറാ കിട്ടുക നോക്കൂ. ഒരു പെഗിൽ നിന്ന് തൊട്ടടുത്തുള്ള 3ലേക്ക് ഒരു റബ്ബർ ബാൻഡ് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആണ് കിട്ടുക അല്ലെ. സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. മാത്ത് ക്ലബ്. See how they have decorated the classroom for the math club inauguration. അതായത് മാത്ത് ക്ലബ് ഇനോഗ്രേഷന് അവര് ക്ലാസ് റൂം അവരെങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഡിഫറെന്റ് ഷേപ്സ് കാണാണ്ടല്ലേ. ഡിഫറെന്റ് ഷേപ്സ് ഒക്കെ ആണ് അവരല്ലേ തൂക്കിയിട്ടിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. വാട്ട് ഓൾ ഷേപ്സ് ആർ ദർ എമംഗ് ദം. ഇതില് ഏതൊക്കെ ഷേപ്സ് ആണ് ഉള്ളത് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതൊക്കെ ഷേപ്സ് ആണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത് എല്ലാം എന്താണ് 3D ഷേപ്സ് ആണ് കേട്ടോ. നമ്മള് സ്ക്വയർ, ട്രയാങ്കിള്, സർക്കിള് അതൊക്കെ 2D ഷേപ്സ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് കുറെ കണ്ടിട്ടുണ്ട് അല്ലെ, സാധനങ്ങൾ നമ്മൾ കുറെ കണ്ടിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് 3D ഷേപ്സ് എന്ന് പറയുന്നത്. ദ പിക്ചർ ബിലോ ഷോസ് സം ഓഫ് ദീസ് ഷേപ്സ്. റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് അണ്ടർ ഇറ്റ്. ചുവടെ കാണിച്ചിരിക്കുന്നത് ഇതിലെ കുറച്ച് ഷേപ്സ് ആണ്, അതിന്റെയൊക്കെ പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഷേപ്പ് കോൺ ആണ്. സെക്കൻഡ് വണ് സ്ക്വയർ ബ്ലോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂബ് ആണ് കേട്ടോ. തേർഡ് വണ് റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്ന് പറയാം. ഫോർത്ത് വണ് പിന്നെ നമുക്ക് അറിയുന്നതാണ് അല്ലെ, എന്താ അത് സ്ഫിയർ ആണ് അല്ലെ. ഇവിടെ കാണിക്കാത്തൊരു ഷേപ്പ് ഇവിടെ ഉണ്ട് അല്ലെ, ഇവിടെ ഡെക്കറേറ്റ് ചെയ്തതിലുണ്ട്. അത് ഏതാണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് കേട്ടോ. Let's find out. Classify various familiar objects seen around you according to their shape. Write the names of these objects also. അതായത് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന പരിചിതമായ സാധനങ്ങളെ എല്ലാം എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഈ ഷേപ്സ് അനുസരിച്ചിട്ട്, അതായത് റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യൂബോയിഡ്, സ്ഫിയർ, ക്യൂബ്, കോൺ, ഇതിന്റെ ഷേപ്സ് അനുസരിച്ചിട്ട് തരം തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. Write the names of these objects also. ഈ ഒബ്ജക്ട്സിന്റെ ഒക്കെ പേരുകൾ കൂടി ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വണ് റെക്ടാങ്കുലർ ബ്ലോക്കില്, അതായത് ക്യൂബോർഡ് ഷേപ്പിൽ കാണുന്ന ഐറ്റംസ് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് എഴുതാം. പെൻസിൽ ബോക്സ് എഴുതാം, പിന്നെ ബുക്ക് എഴുതാം, ഡോറ്, വിൻഡോ, ബ്രിക്സ് പറയാം. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക, അങ്ങനെ ഐറ്റംസ് പറയാം കേട്ടോ. ഇനി സ്ഫിയർ ഷേപ്പില് നമുക്ക് ഏതൊക്കെ ഐറ്റംസ് എഴുതാം? എർത്ത് എഴുതാം അല്ലെ. എർത്ത് ഭൂമി സ്ഫിയർ ഷേപ്പ് അല്ലേ. ഗ്ലോബ്, മോഡൽ ഓഫ് ദി എർത്ത് ആണല്ലോ ഗ്ലോബ്, അത് നമുക്ക് സ്ഫിയർ ഷേപ്പ് ആണ് അല്ലെ. പിന്നെ എന്തൊക്കെ എഴുതാം? സൺ എഴുതാം. പിന്നെ മാർബിൾസ്. മാർബിൾസ് എന്ന് പറഞ്ഞാല് ഗോലി. നെക്സ്റ്റ് ക്യൂബ്. ക്യൂബ് ഷേപ്പില് ഏതൊക്കെ ഐറ്റംസ് ആണ്? സ്ക്വയർ ബ്ലോക്ക് എന്നും പറയാം അല്ലെ. ക്യൂബിന് ഏതൊക്കെ ഐറ്റംസ് നമുക്ക് എന്താ എഴുതാം? ഡൈസ് എഴുതാം അല്ലെ. സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡൈസ് ഇല്ലേ, അതെന്താണ്? അത് ക്യൂബ് ഷേപ്പ് ആണ് അല്ലെ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഐസ് ക്യൂബ് എഴുതാം, അത് ക്യൂബ് ഷേപ്പിലാണ്. ഷുഗർ ക്യൂബ്, സ്ക്വയർ ബോക്സ്. പിന്നെ കോൺ ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് ആണ്. ഏതൊക്കെയാണ്? കോൺ ഐസ്ക്രീം, ബർത്ത്ഡേ ക്യാപ്പ്, ക്യാരറ്റ്, ട്രാഫിക് കോൺ. ട്രാഫിക് കോൺ എന്ന് പറഞ്ഞാല് ഇത് കേട്ടോ. ടാൻഗ്രാം. ടാൻഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ് കേട്ടോ. അതായത് ചൈനക്കാർ ഇൻവെന്റ് ചെയ്ത ഗെയിമാണ്, കണ്ടുപിടിച്ച ഗെയിമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ചൈനീസ് ടാൻഗ്രാം എന്നും കൂടി പറയൂ കേട്ടോ. ദ കവർ പേജ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് shown various figures formed using the shapes shown below.
മേക്ക് ന്യൂ ഫിഗേഴ്സ് യൂസിങ് ദീസ് പീസസ് ഓഫ് ടാൻഗ്രാം. അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജിൽ, അതായത് ബാക്ക് സൈഡിലാണ് കേട്ടോ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലത്തെ ഷേപ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പലതരം രൂപങ്ങള് നിങ്ങൾക്ക് കാണാൻ കഴിയും. മേക്ക് ന്യൂ ഫിഗേഴ്സ് യൂസിങ് ദീസ് പീസസ് ഓഫ് ടാൻഗ്രാം. പുതിയ ഫിഗേഴ്സ് ഈ ടാൻഗ്രാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്ക് ദ റെക്ടാംഗിൾസ് ഇൻ ദ ഫിഗേഴ്സ് ബിലോ, കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ റെക്ടാംഗിളിന് ടിക്ക് മാർക്ക് ഇടാനും സ്ക്വയറിന് റെഡ് കളർ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതാ റെക്ടാംഗിള് നോക്കൂ, ഏതാ സെക്കൻഡ് വൺ അല്ലേ റെക്ടാംഗിള്. ദെൻ സ്ക്വയർ ഏതാണ്, ഫോർത്ത് വൺ ആണ് അല്ലെ. അപ്പൊ റെക്ടാംഗിളിന് ടിക്ക് ഇടുക, സ്ക്വയറിന് എന്താ ചെയ്യുക, റെഡ് കളർ കൊടുക്കുക കേട്ടോ. Second one, Manu is making a greeting card. He pasted colored string along all four sides of a square of sides 8 centimeters. What is the total length of the string he used? അതായത് മനു ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. 4 സൈഡും 8 സെന്റിമീറ്റർ നീളമുള്ള കാർഡിന്റെ ചുറ്റും എന്താ ചെയ്തിരിക്കുന്നത്, കളേർഡ് സ്ട്രിങ് ഒട്ടിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്ട്രിങ് എന്ന് പറഞ്ഞാല് നൂല് കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഹി യൂസ്ഡ്? അവൻ ഉപയോഗിച്ച ചരടിന്റെ മൊത്തം നീളം എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ വരിക, 8 സെന്റിമീറ്റർ ആണല്ലേ നീളാണ് 4 സൈഡ്സിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ വരിക, 4 8s അല്ലെ. 4 8കൾ എത്രയാ വരിക, 4 8s. മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, 4 8s എത്രയാ, 32. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 32 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്ടാംഗിൾ ഇൻ ദ നോട്ട്ബുക്ക് യൂസിങ് എ റെക്ടാംഗിൾ കാർഡ്. അതായത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ റെക്ടാംഗിൾ കാർഡ് ഉപയോഗിച്ചിട്ട് റെക്ടാംഗിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് വരയ്ക്കുക. ദെൻ പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ഡ്രോ സ്ക്വയേഴ്സ് ഓൺ ബോത്ത് ഷോർട്ടർ ആൻഡ് ലോങ്ങർ സൈഡ്സ് യൂസിങ് എ റൂളർ. നമുക്കറിയാം ഒരു റെക്ടാംഗിളിന് ഷോർട്ടർ സൈഡും ഉണ്ട് ലോങ്ങർ സൈഡും ഉണ്ട്. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഷോർട്ടർ സൈഡിനോട് ചേർന്നിട്ടും ലോങ്ങർ സൈഡിനോട് ചേർന്നിട്ടും ഓരോ സ്ക്വയർ വീതം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരയ്ക്കുക, ഇതേപോലെ വരയ്ക്കുക കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്, മെഷർ ദ സൈഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം, അതിന്റെയൊക്കെ സൈഡുകൾ മെഷർ ചെയ്തിട്ട് ചുവടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. The lengths of the sides of some figures are given below. Which of them can be used to draw a rectangle? ചില ഫിഗേഴ്സിന്റെ സൈഡുകളുടെ അളവാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. Which of them can be used to draw a rectangle? ഒരു റെക്ടാംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ ഏത് അളവാണ് ഉപയോഗിക്കുക എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ 5 8 6 7. റെക്ടാംഗിളിന്റെ നമുക്കറിയാലോ എങ്ങനെ സൈഡ്സിന്റെ ലെങ്ത് എങ്ങനെയാ ഉണ്ടാവുക, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്നറിയാലോ. അപ്പൊ ഇത് അങ്ങനെയാണോ, അല്ല. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ, അല്ല അല്ലെ. ദെൻ 5 6 7 9 അങ്ങനെയാണോ വരിക, അത് ശരിയാണോ, അല്ല അല്ലെ. ദെൻ 5 8 5 8 ഇവിടെ എങ്ങനെയാ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് ആണ് അല്ലെ. 8 8 5 8 എന്നാണ്, അതല്ല. അപ്പൊ ഏതാണ്, സി അല്ലേ, സി ആണ് ആൻസർ. Which of the lengths below cannot be used to draw a square? അതായത് ചുവടെ തന്നിരിക്കുന്ന അളവില് സ്ക്വയർ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8. അതായത് ഓരോ വശവും 8 വീതം നീളമുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് 5 5 5 5 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഓൾ 4 സൈഡ് 6, അതായത് 4 വശവും 6 വീതം കേട്ടോ. ദെൻ 5 5 6 6. സ്ക്വയർ വരയ്ക്കാൻ ചെയ്യാത്ത അളവ് ഏതാണ്, ഏതാണ്, 5 5 6 6 ആണല്ലേ, ഡി അല്ലേ. നെക്സ്റ്റ് നോക്കുക, 6th വൺ. ഇത് പാറ്റേൺ ആണ് കേട്ടോ, കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. വിച്ച് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കുക, എ ആണോ, അല്ല അല്ലെ. ബി ആണോ, ബിയും അല്ല. സി ആണോ വരിക, സി ആണ് വരിക അല്ലെ, ഡി അല്ല. അപ്പൊ സി ആണ് വരിക, അവിടെ വരയ്ക്കണം കേട്ടോ. അപ്പൊ ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ്, ബിയോണ്ട് 1000 സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.